ഇന്ന് അതിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് വരിക. ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവിക പ്രബോധനങ്ങളെ, ദൈവിക വെളിപാടുകൾ ഉപേക്ഷിക്കുന്നു. മൂന്നാമത്തതായി ദൈവിക സംവിധാനങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏതൊക്കെയാണ് ദൈവിക സംവിധാനങ്ങൾ? ദ ഡിവൈൻലി ഫൗണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ടെണ്ണമുണ്ട്. ഒന്ന് തിരുസഭ, മറ്റൊന്ന് കുടുംബം. ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും മനുഷ്യനിർമ്മിതമാണ്. ചിലതെല്ലാം ദൈവാത്മശക്തിയാൽ മനുഷ്യർ സ്ഥാപിച്ചതാണ്. ചിലതെല്ലാം ദൈവാത്മാവ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ജീവൻ പകർന്നു കൊടുക്കാൻ വേണ്ടി തൻ്റെ വിശുദ്ധരായ ദാസരിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചില ദൈവിക സംവിധാനങ്ങൾ. എന്നാൽ അടിസ്ഥാനപരമായി രണ്ട് ദൈവിക സംവിധാനങ്ങൾ ദൈവം നേരിട്ട് സ്ഥാപിച്ചതാണ്. ഒന്ന് തിരുസഭ, മറ്റൊന്ന് കുടുംബം. സഭയ്ക്ക് തന്നെ പല മാനങ്ങളുണ്ട്. ഒന്നാമതായി ഏദൻ തോട്ടത്തിലെ സഭ. ആദ്യ മാതാപിതാക്കൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടികളായ ലോകത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ കൂട്ടായ്മ ഏദൻ തോട്ടത്തിലെ സഭ. അത് കഴിഞ്ഞ് അവരുടെ സന്തതി പരമ്പരകളിലൂടെ ലോകം വലുതായിക്കൊണ്ടിരുന്ന കാലത്ത് പാപത്തിൽ മുഴുകിയ ജനതയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നോഹ എന്ന് പറയുന്ന ഒരു വിശുദ്ധാത്മാവിലൂടെ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് ആ പെട്ടകത്തിൽ വീണ്ടും ഒരു സഭയുടെ രൂപം ദൈവം കൊടുത്തു. നോഹും കുടുംബവും അടങ്ങുന്ന ആ നോഹിൻ്റെ പെട്ടകത്തിലെ സഭ. മൂന്നാമതായി യേശുവിൻ്റെ വരവിന് 1850 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 18 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രാഹം എന്ന മെസ്സപ്പൊട്ടേമിയയിൽ ഊർദേശത്ത് വസിച്ചിരുന്ന ആ വ്യക്തിയിലൂടെ തുടങ്ങിവെച്ച പഴയ നിയമസഭ. യേശുവിൻ്റെ കാലഘട്ടം വരെയുള്ള മറിയം വരെയുള്ളവരിലൂടെ വരെ ഉണ്ടായ പഴയ നിയമസഭ. നാലാമതായി യേശുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമസഭ. അടുത്തതായി ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവത്തോട് ഐക്യപ്പെടുന്നവരുടെ വിശുദ്ധ കൂട്ടായ്മയായ സ്വർഗത്തിലുള്ള സഭ, സ്വർഗീയ സഭ. അപ്പോൾ ഈ സഭാ സംവിധാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ വന്നതാണ്. അവിടെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ കൃത്യമായിട്ട് ഇനി പറയാൻ പോകുന്ന വാചകം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. സീറോ മലബാർ സഭയിലെ വലിയ ഇടർച്ചയ്ക്ക് കാരണമാകുന്ന തർക്കവിതർക്കങ്ങളുടെ മേഖലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ സഭയ്ക്ക് കോട്ടം തട്ടുന്ന, സഭയിലൂടെ രക്ഷപ്പെടേണ്ടവരുടെ രക്ഷ തടയുന്ന, സഭയിലൂടെ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തടയുന്ന, സഭയിലൂടെ രക്ഷിക്കപ്പെടേണ്ട ആത്മാക്കളെ രക്ഷ തടയുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പ്രതികരണമോ നമ്മിൽ നിന്ന് വരാൻ പാടില്ല. സഭയുടെ വളർച്ചയ്ക്കും സഭാ സംവിധാനത്തിൽ തകർച്ച വരാതിരിക്കാൻ വേണ്ടിയും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചും സഹകരിച്ചും അനുസരിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്കൊക്കെ കടപ്പാടുണ്ട്. നമ്മൾ പലതും ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന നേട്ടം എന്താണ് എന്ന് ആലോചിക്കാതെയാണ്. സഭ എന്ന മഹാസംവിധാനത്തെ തകർക്കാൻ പിശാച് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. സഭയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് സഭയുടെ ആന്തരിക തലം, മറ്റത് സഭയുടെ ബാഹ്യതലം. സഭയുടെ ആന്തരിക തലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം, മാലാഖമാര്, വിശുദ്ധര്, കൂദാശയുടെ ജീവൻ, വചനത്തിന്റെ ജീവൻ, ഇതെല്ലാം കൂടെ കൂടിയതാണ് സഭയുടെ ആന്തരിക തലം. ഇത് പരമപരിശുദ്ധമാണ്. സഭയുടെ ബാഹ്യതലം മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തര്, വിശ്വാസികൾ, ഇടവകകൾ, കന്യാമഠങ്ങൾ, ആശ്രമങ്ങൾ, ധ്യാനകേന്ദ്രങ്ങൾ, അരമനകൾ, അങ്ങനെ തുടങ്ങിയ ബാഹ്യതലങ്ങളിൽ സഭയുടേതായിട്ടുള്ള ഈ സംവിധാനങ്ങളാണ്. ഇവിടെയെല്ലാം കുറവുകളുണ്ട്. പരമപരിശുദ്ധ സഭ എന്ന് പറയുമ്പോൾ ഈ സഭയുടെ ആന്തരിക തലമാണ് ഈ പരിശുദ്ധമായിരിക്കുന്നത്. അതിൽ മാലിന്യം ഒട്ടുമില്ല, അതിൽ കറയും കുറവുമില്ല, വൈകല്യമില്ല, അവിടെ തെറ്റും പറ്റില്ല. എന്നാൽ ബാഹ്യതലത്തിൽ മാർപ്പാപ്പ തുടങ്ങി ഇന്ന് മാമൂസ സ്വീകരിച്ച കൊച്ചു വരെയുള്ളവർക്ക് കുറവുകളുണ്ട്. ഞാൻ പാപങ്ങളതല്ല പറഞ്ഞത്, കുറവുകളുണ്ട്. മനുഷ്യരായിട്ട് ഈ ലോകത്തിൽ വന്ന എല്ലാവർക്കും ഉണ്ടാ കുറവ്. യേശു അല്ലാത്ത ബാക്കി എല്ലാവർക്കും കുറവുകളുണ്ട്. മാതാവിനെ ആ കുറവില്ലാത്തവളായി കൃപ നിറഞ്ഞവളായി അവതരിപ്പിച്ചു. യേശു ആ മാതാവിൻ്റെ ലോകത്തിൽ ദൈവത്തിൽ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് യേശുവിലും കുറവില്ല, പാപവും ഇല്ലായിരുന്നു.
നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയുമെന്ന് ഈശോ പറഞ്ഞില്ലേ? പാപം ഈശോയിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും, മാർപ്പാപ്പ അടക്കമുള്ളവർക്കൊക്കെ കുറവുകളുണ്ട്. മാർപ്പാപ്പയ്ക്ക് തെറ്റാവരുമുണ്ട്. അതെന്താണ്? വിശ്വാസ, സന്മാർഗം എന്നിവ സംബന്ധിച്ച് ഈ 2000 വർഷം പഴക്കമുള്ള പുതിയ നിയമസഭയുടെ പാരമ്പര്യത്തെ ഊന്നി നിന്നുകൊണ്ട്, അതിനു മുമ്പുള്ള ഒരു 18 നൂറ്റാണ്ടുകൾ പഴയ നിയമസഭയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്ന പുതിയ നിയമസഭയിൽ ഊന്നി നിന്നുകൊണ്ട് ഇത് ശരി, ഇത് തെറ്റ് എന്ന് വിശ്വാസ, സന്മാർഗം എന്നിവയെ സംബന്ധിച്ച് അധ്യവസാനം ചെയ്ത് പഠിപ്പിക്കുമ്പോൾ, അത് ഒറ്റയ്ക്കല്ല, ഇൻ കൊളേജിയാലിറ്റി വിത്ത് ദ ബിഷപ്സ്, മെത്രാൻ തിരുസംഘത്തോട് ചേർന്ന് പ്രബോധനം നൽകുമ്പോൾ തെറ്റു പറ്റാതിരിക്കാനായിട്ടൊരു പ്രത്യേകമായ കൃപ, വരപ്രസാദം മാർപ്പാപ്പയ്ക്ക് ആ സ്ഥാനം കിട്ടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ കൊടുക്കുന്നു. അത് ഈ 2 കാര്യങ്ങളാണ്, വിശ്വാസ, സന്മാർഗം സംബന്ധിച്ച കാര്യങ്ങൾ. മാർപ്പാപ്പയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും വ്യക്തിപരമായിട്ടുള്ള ചില പ്രഭാഷണങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങളും അത് തെറ്റാവരത്തിൽ വരില്ല. അതുകൊണ്ട് സഭയുടെ ബാക്കി തലങ്ങളിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ആത്മീയ അധികാരികളായിട്ടുള്ളവർക്ക് തെറ്റ് പറ്റുന്നു, വീഴ്ച പറ്റുന്നു, പുരോഹിതന് കാലിടറുന്നു എന്നുള്ളതുകൊണ്ട്, സന്യാസി വഴിതെറ്റുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ സഭയെ ചീത്ത വിളിക്കരുത്, സഭയെ തള്ളി പറയരുത്, സഭയെ സ്നേഹിക്കാതിരിക്കരുത്. ബിഷപ്പ് ഫുൾട്ടൻ ജക്ഷൻ പറയുന്ന മനോഹരമായൊരു ഉപമയുണ്ട്. യേശുവിൻ്റെ ശരീരം മുഴുവൻ കീറി മുറിഞ്ഞതാണ്, രക്തം വാർന്നൊഴുകുന്ന ശരീരം, മുൾമുടി ഏറ്റും ചാട്ടവാറിൻ്റെ അടിയേറ്റും കീറി മുറിഞ്ഞ് രക്തം വാർന്നൊഴുകിയ വികൃതമാക്കപ്പെട്ട ഒരു ശരീരം. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ അസ്ഥിയുണ്ട്. മരത്തിൽ തൂക്കി കൊല്ലുന്ന എല്ലാ കുറ്റവാളികളും റോമൻ നിയമം അനുസരിച്ച് കാല് തല്ലിയൊടിക്കണം. എന്നാൽ യേശുവിൻ്റെ കാല് തല്ലിയൊടിക്കാൻ പടയാളികൾ വന്നപ്പോൾ യേശുവിൻ്റെ മരണം കഴിഞ്ഞു എന്നറിഞ്ഞ് കാല് തല്ലിയൊടിച്ചില്ല. അവൻ്റെ അസ്ഥികളൊന്നും തകർക്കപ്പെടുകയില്ല എന്നുള്ള തിരുവെഴുത്ത് പൂർത്തീകരിച്ചു എന്ന സുവിശേഷം എഴുതി വച്ചിരിക്കുകയാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഫുൾട്ടൻ ജക്ഷൻ പറയും, യേശുവിൻ്റെ ശരീരത്തിൽ മുഴുവനും മുറിവുകളും കുറവുകളും ഉണ്ടായിരുന്നെങ്കിലും അസ്ഥികളൊന്നും തകർക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലെ സഭയുടെ ബാഹ്യതലത്തിൽ പുഴുക്കുത്തുകളുണ്ട്, കുറ്റങ്ങൾ, കുറവുകളുണ്ട്. പക്ഷേ സഭയുടെ ആന്തരിക തലത്തിന് ഒരു കുറവില്ല. ഈ ആന്തരിക സഭാതലത്തെ കാണാത്തത് കൊണ്ടാണ്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സഭയിൽ അവർക്കും ഇവർക്കും ഉണ്ടാകുന്ന തെറ്റുകൾ കാണുമ്പോൾ സഭയെ തള്ളിപ്പറയുന്നത്, പള്ളിപ്പോക്ക് വേണ്ടെന്ന് വെക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ കുർബാനയിൽ പങ്കെടുക്കാറില്ല. ഞാൻ എന്തു പറ്റി? കാരണം പറഞ്ഞു. ഞാനിവിടെ എന്താണെന്നുള്ള വിശദീകരിക്കില്ല. കാരണം ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിന്ന് സഭയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു വാചകം പോലും എന്നിൽ വരുന്നത് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പള്ളിയിൽ പോകാറില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ താക്കോല് സൂക്ഷിക്കുന്നത് എൻ്റെ അപ്പനാണ്. അപ്പനെ കൊണ്ടെടുത്ത് താക്കോൽ മേടിച്ച് കുരിശുപള്ളിക്കകത്ത് കയറി ഞാൻ ബൈബിള് വായിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ 1 മണിക്കൂർ നേരം ബൈബിള് വായിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എനിക്കത് മതി. എനിക്ക് ദൈവക്യം കിട്ടുന്നുണ്ട്, ദൈവകൃപ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, നീ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണ്, പക്ഷേ പരിപൂർണമായ മറ്റൊരു കാര്യമുണ്ട്. ഈ കുർബാനയുടെ മേഖലയിൽ, ലിറ്ററജിയുടെ മേഖലയിൽ അവിടെ ഇവിടെ ഉണ്ടാകുന്ന വഴക്കിൻ്റെയൊക്കെ പേരിൽ നീ പരിശുദ്ധ കുർബാന ഒഴിവാക്കുമ്പോൾ ഒരു വലിയ പാപമാണ് ചെയ്യുന്നത്. ദൈവിക സംവിധാനമായ സഭയുടെ ബാഹ്യതലങ്ങളിലെ കുറവുകൾ കണ്ടിട്ട് ഇതിൻ്റെ ആന്തരിക തലത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ നീ പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടേണ്ട കൃപ കിട്ടാതെ ഒരു വൈദികരുടെ അടുക്കൽ കുമ്പസാരിക്കാൻ പറ്റാതെ നീ ബന്ധിക്കപ്പെട്ടു. എന്നിട്ട് ഞാനിത് കൂടുതൽ വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്കിതാരും പറഞ്ഞു തന്നില്ല അച്ചായ, സത്യത്തിൽ ഞാൻ മുറിവേറ്റവനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ വീണുപോയവരെ നോക്കി വിശുദ്ധമായ സഭയുടെ ആന്തരിക തലത്തെ തള്ളിക്കളയരുത്. യൂദാസിനെ നോക്കിയിട്ട് ബാക്കി 11 അപ്പസ്തോലന്മാരെ തള്ളി പറയാമോ? ഒറ്റക്കൊടുത്ത് തൂങ്ങിച്ചത്തവൻ്റെ പുറകെയാണോ നമ്മൾ പോകേണ്ടത്? സഭയുടെ ബാഹ്യതലത്തിലെ കുറവുകൾ പരിഹരിക്കാൻ സഭയുടെ ആന്തരിക തലം നമ്മുടെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യമായി അനുഭവിച്ചറിഞ്ഞ് അതിനോട് ഐക്യപ്പെട്ടിരുന്നാൽ നമുക്ക് തീർച്ചയായും സഭയുടെ ബാഹ്യതലത്തിലെ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും പരിഹരിക്കാൻ പറ്റും.